സുവിശേഷം ഞാൻ അച്ഛനായി ആ പിറ്റേ കൊല്ലം തന്നെ കർത്താവിൻ്റെ പ്രത്യേക ശുശ്രൂഷ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. സഭയുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയും നവീകരണത്തിന് വേണ്ടിയും വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും സുവിശേഷ സാക്ഷീകരണത്തിന് വേണ്ടിയും അത് കർത്താവ് അതാത് കാലങ്ങളിൽ അംഗീകരിക്കുകയും അത് കർത്താവ് ഏറ്റെടുക്കുകയും ദൈവം അവരോടുകൂടി സഹകരിച്ചു അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ പോലെ നല്ല കൃപാസനത്തിന് അപ്ഡേഷൻസ് അങ്ങനെ കിട്ടിയതാണ്. അതാണ് അത് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ഈ കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളിൽ പങ്കുകാരാകുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ കൃപാസനം ഒരു മാതൃകയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, എങ്ങനെ സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, എങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ വേല ചെയ്യണത്, എങ്ങനെയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഭൂമി വീണതിന് മറുപടി പറയണത്, അതിലൂടെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ട് ദൈവത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിലുള്ള സ്വർഗത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളുമായിരുന്നു കർത്താവ് ദൈവവിളി സഭയിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാനും ദൈവവിളിക്കായിട്ട് ഒരുങ്ങുന്നവരെ അതിലേക്ക് നയിക്കുന്ന രീതിയിൽ അങ്ങ് വലിയ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയുള്ള ഇടങ്ങളും ദൈവവിളിക്കായി വന്നിട്ടുള്ളവരെ അതിൽ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ സഭയെ വളർത്താനും നയിക്കാനും ഭരിക്കുക എന്നതിനേക്കാൾ ഉപരി പരിചരിച്ചുകൊണ്ട് അതിനെ വളർത്താൻ കർത്താവെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദൈവവിളികളും നീ ആശീർവദിക്കണമേ. ആരും കർത്താവെ കൊഴിഞ്ഞു പോകാതിരിക്കാനും അങ്ങ് വിളിച്ചവരെ എല്ലാവരെയും തന്നെ തിരഞ്ഞെടുക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള മക്കൾ അവിടെ വയറ് കയറിവെച്ചുകൊണ്ട് അവരുടെ ഒരു കുഞ്ഞിനെ കർത്താവിന് കൊടുക്കാമെന്ന് തീരുമാനിച്ച അത് വലിയൊരു തീരുമാനമായിരിക്കും. അത് കാര്യം ദൈവവിളി എന്ന് പറയണത് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഇരട്ടി കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകണത്. നിങ്ങൾ ദൈവവിളിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ അലോസരപ്പെടുന്ന കാര്യങ്ങൾ, ഭാരപ്പെടുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് കർത്താവ് ചെയ്തു തരും.